ഹലോ കൂട്ടുകാരെ, ഇന്ന് ഗണപതി ബുക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയി. ഗണപതി ഇനി 5-6 ദിവസം കൂടിയേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുന്നതാണ് എല്ലാ പ്രാവശ്യം ശകലം ഞങ്ങൾ ലേറ്റായിപ്പോയി. വൈഫ് നാട്ടിൽ പോയേക്കുവാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഗണപതി ഇരുത്തണോ വേണ്ട എന്നൊക്കെ വിചാരിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഫൈനലി ഇരുത്തി. ചെന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാം ബുക്ക് ആയിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ ചെറിയൊരു ഗണപതിയാണ് നമ്മൾ ഇപ്രാവശ്യം ബുക്ക് ചെയ്യാൻ ആഗ്രഹിച്ചത്. ബാക്കിയെല്ലാം നല്ലത്, നമുക്ക് അത് ശകലം അട്രാക്റ്റീവായിട്ട് തോന്നിയത്. ഏത് ഗണപതി നമ്മുടെ വീട്ടിൽ വരാൻ ഇരിക്കുന്നു അതേ വരത്തുള്ളൂ. അപ്പം നമ്മൾ ഫൈനലി ഈ ഗണപതി ബുക്ക് ചെയ്തു. നമ്മുടെ നമ്പറാണ് 237. ഇന്ന് 6-ാം തീയതിയാണ്. നാളെയാണ് നമ്മൾ ഗണപതി ഇരുത്തുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഗണപതി കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അതിന് വേണ്ടി നമ്മൾ പർച്ചേസിങ് ചെയ്യാൻ പോകുന്നത്. ഗണപതിക്ക് എല്ലാം അടിപൊളി ആയിട്ട് ഒരുക്കി. ലൈറ്റിങ്സൊക്കെ ഭയങ്കരമായിട്ട്, ഇവിടുത്തെ മഹാരാഷ്ട്രയിലെയൊക്കെ ഭയങ്കര ഫേമസ് ഫെസ്റ്റിവലാണ് ഗണപതി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഗണപതിക്ക് വേണ്ടി അവലും മലരും ഉടഞ്ഞു മേടിച്ചു. അങ്ങനെ പല ഷോപ്പിലും പല സാധനങ്ങളും മേടിച്ചു. ഇഷ്ടമുണ്ടായിരുന്നു. സാധനങ്ങളെല്ലാം കിട്ടി. ഗണപതി മൊത്തം എല്ലാവരും ഗണപതി മേടിക്കുകയും ആകട്ടെ. അതിൻ്റെ എല്ലാം സാധനങ്ങളുമാണ് കിട്ടുന്നത്. റോഡ് മധുരം 5 ഐറ്റം മധുരമുണ്ട്. 6 മേടിക്കണമായിരുന്നു. അത് മേടിച്ചു. പിന്നെ നമ്മൾ ഡെക്കറേഷന് വേണ്ടി ലൈറ്റ്, ഫോക്കസ് ലൈറ്റും എല്ലാം നമ്മൾ മേടിച്ചു. അതുമായിട്ട് നമ്മൾ ഗണപതിയുടെ അടുത്ത് വന്നു. ഇനി ഗണപതിയെ നമ്മൾ പൂജിച്ചിട്ട് വേണം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം അതിന് വേണ്ടിയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ കൊണ്ടുവന്നായിരുന്നു. ഇത് നമ്മുടെ ഗണപതി ഇരിക്കുന്നു. ഇന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചാർന്നിരിക്കുകയാണ്. അതിന് വേണ്ടി പ്ലാസ്റ്റിക് ഈ മോൻ്റെ കയ്യിലിരിക്കുന്ന ഗണപതി നമ്മൾ നമ്മുടെ ബൈക്കിലാണ് വന്നത്. അമ്മയെ കൊണ്ടുവന്നില്ല. അമ്മ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ബൈക്കിലെ തന്നെയാണ് കൊണ്ടുവന്ന് ബൈക്കിൽ തന്നെ പോകണം. ചേച്ചിമാരും വന്നിട്ടുണ്ട്. ചേച്ചിമാരുള്ളവരുടെ ഗണപതി പൂജിക്കുകയാണ്. 3 പേരുടെ പൂജ കഴിഞ്ഞ് 3 പേരും ഞങ്ങൾ വീട്ടിൽ ഓരോ ഗണപതി കൊണ്ടുപോവുകയാണ്. 3 ഭയമുണ്ട് പോകുന്നു. ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. നമ്മൾ 3rd ഫ്ലോറിലാണ് നമ്മുടെ. അപ്പം നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് വരണം. നല്ല ഇപ്രാവശ്യം ചെറിയ ഗണപതി ആയതുകൊണ്ട് മോനും എടുക്കാൻ പറ്റും. ഫൈനലി നമ്മൾ വീട്ടിലോട്ട് എത്തുകയാണ്. അമ്മ അവിടെ എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ റിസീവ് ചെയ്യാൻ വേണ്ടി, ഗണപതി ബപ്പയെ റിസീവ് ചെയ്യാൻ വേണ്ടി. ഫൈനലി നമ്മൾ വീട്ടിലെത്തി. അമ്മ വന്നു. അമ്മ പൂജാ സാമഗ്രികളൊക്കെ എടുത്ത് റെഡിയായിരുന്നു. വിളക്കെല്ലാം കത്തിച്ച് വരവേൽപ്പ് വാം വെൽക്കമാണ് നമ്മുടെ ഗണപതിക്ക് വേണ്ടി. ഗണപതി നമ്മുടെ വീട്ടിൽ വരും. നമ്മുടെ ഐശ്വര്യം കൊണ്ടുവരികയാണ് നമ്മുടെ വീട്ടിലോട്ട്. നമുക്കില്ല ഗണപതി ഉള്ള ദിവസം അത്രയും ദിവസം ചെയ്യാനെല്ലാം ഭയങ്കര ഒരു ഉന്മേഷമായിരിക്കും വീട്ടിൽ. കണ്ടാൽ നമ്മളിപ്പം ഗണപതിയെ തുറന്നു. മഴ പെയ്യും. പക്ഷേ ഇപ്പം മോഹം കെട്ടി വെച്ചൊക്കെയാണ്. നമ്മൾ ചുമന്ന ഉണ്ണികളുടെ മോഹം കിട്ടുന്നത്. അത് നാളെ 7-ാം തീയതി നാളെ രാവിലെ പൂജാ സമയം ആകുമ്പോഴേ നമ്മൾ തുറക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഡെക്കറേഷൻ ചെയ്യുക കുറച്ച്. ഗണപതി കൊണ്ടുവന്നു. ഇനി നമ്മൾ
രാത്രി 12:30 എല്ലാവരും ഉറങ്ങി. നമ്മൾ ഒരു ഡെക്കറേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ തെർമോക്കോൾ വെച്ച് ശകലം അലങ്കരിക്കുകയാണ്. അതിൻ്റെ മേൽഭാഗം നമ്മളൊരു കെട്ടി നമ്മളെ കൊണ്ടാകുന്നത്രയൊക്കെ എളുപ്പം. ഇപ്പം രാത്രി 1 മണിയായി. നാളെ രാവിലെ എണീച്ച് ഗണപതി ഇരുത്താനും ഉള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ എത്ര എളുപ്പം പറ്റും അത്ര എളുപ്പം ഞങ്ങൾ ഈ ഡെക്കറേഷൻ നടത്തി സീരീസ് ലൈറ്റൊക്കെ ഇട്ട് ഓൾമോസ്റ്റ് ഡെക്കറേഷൻ തീരാറായി. ഇനി ഒരു സീരീസ് ലൈറ്റ് കൂടെ ഇട്ടാൽ മതി. സീരീസ് ലൈറ്റ് ഇട്ടു. ഓക്കെ. ഇപ്പോൾ രാത്രിക്ക് 2:30 മണിയായി. ഇനിയും ബാക്കി നമുക്ക് രാവിലെ നോക്കാം. അപ്പോൾ രാവിലെ കാണാം. യെസ്, ഒരു സുപ്രഭാതം. നല്ല വരവേൽപ്പ് ആയി. അടിപൊളി. ഇന്ന് മഴയൊന്നുമില്ല. രാവിലെ ഞങ്ങൾ ശകലം ലേറ്റായിപ്പോയി. ഇന്നലെ രാത്രി 2-3 മണിയായപ്പോഴാണ് ഉറങ്ങിയത്. നമ്മൾ പൂജ ചെയ്യാൻ വേണ്ടിയുള്ള സാമഗ്രി നമ്മൾ കലശം റെഡിയാക്കണം. ആദ്യം കലശം നമ്മൾ രാത്രി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ പറ്റിയില്ല. 5 ഇലയാണ് വെച്ച് വെക്കുന്നത്. വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ അകത്ത് 5 ഇലയും വെച്ച് നമ്മുടെ തേങ്ങ അത് വെച്ച് ഗണപതിയുടെ റൈറ്റ് സൈഡിൽ വെച്ചു. വളരെ പീഠത്തിലിരുത്താനാണ്. പീഠത്തിന് മേളിൽ നമ്മൾ ഗോതമ്പ് അതിൻ്റെ മുകളിലാണ് ഗണപതി ഇരുത്തേണ്ടത്. അവിടുത്തെ സിസ്റ്റമെല്ലാം പാട്ടിൻ്റെ സിസ്റ്റമെല്ലാം ഓൾറെഡി വെച്ചിട്ടുണ്ട്. രഞ്ജിനിയെ ലൈവായിട്ട് കാണിക്കുകയാണ് നമ്മളെല്ലാം. ഇപ്പോൾ ലൈവ് സെക്ഷന് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഞങ്ങൾ വിളക്ക് കത്തിക്കാൻ ഗണപതിക്ക് കൊടുക്കേണ്ടത് 35 തരത്തിലുള്ള ഫ്രൂട്ട്സ് കൊടുക്കണം. പിന്നെ 3 തരത്തിലെയോ അല്ലെങ്കിൽ 5 തരത്തിലെയോ ഉള്ള മിഠായി എന്തെങ്കിലും കൊടുക്കണം. ലഡു, മോദകം, അങ്ങനെ പലതും. മാല വേണം. വിളക്ക് കത്തിക്കുകയാണ് നമ്മൾ. നമ്മൾ 5 ചെയ്തിട്ട് കൊടുക്കാൻ കത്തിക്കുന്നത്. നമ്മൾ വിളക്ക് കത്തിക്കുന്നത് ഒഴിക്കാറുണ്ട്. പക്ഷെ ഇപ്പം ദക്ഷിണ കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ദക്ഷിണ കൊടുക്കണം. ദക്ഷിണ കൊടുത്ത് നമ്മൾ പൂജ തുടങ്ങാനുള്ള അനുവാദം മേടിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഗണപതി വന്നു വിരാജിച്ചു. ഇനി നമ്മളെ അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതം സുഖകരമായി മാറ്റാൻ ഗണപതിക്ക് കഴിയട്ടെ എന്ന് പറയുന്ന ആശീർവാദം മേടിക്കുകയാണ്. പിന്നെ 2 സൈഡിലും റിദ്ധിയും സിദ്ധിയും ഓരോ കോയിൻ്റെ മേളിൽ പാക്ക് വെച്ച് നമ്മൾ റിദ്ധിയും സിദ്ധിയാണ് സങ്കല്പിക്കുകയാണ്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കൊടുക്കണം ഗണപതി. പിന്നെ ഗണപതി വർക്ക് 5 എണ്ണം വളരെ അവല്, തേങ്ങ, പഴം, കൽക്കണ്ടം 5 ഐറ്റംസാണ്. പിന്നെ നമ്മൾ എല്ലാം വിളക്കെല്ലാം കത്തിച്ചു. നമ്മുടെ കുറച്ച് മാലകളുണ്ടായിരുന്നു. മാലകളൊക്കെ ഇടിപ്പിച്ച് ഗണപതി ഭയങ്കര സുന്ദരക്കുട്ടനായിട്ട് തോന്നുന്നത്. നമ്മുടെ ചുമന്ന നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് അതീവ സുന്ദരനാണ്. കണ്ണ് എടുക്കാൻ തോന്നുന്നില്ല. ഞാൻ മോദകം നമ്മുടെ കയ്യിലെടുത്ത് വെച്ച് കൊടുക്കാം. ഗണപതിക്ക് പ്രിയ മോദകമാണ്. അത് നമുക്ക് കൊടുക്കുകയാണ്. പിന്നെ ഫ്രൂട്ട്സ് കൊടുക്കണം. പിന്നെ ഇതാണ് ഫൈനൽ നമ്മുടെ ഡെക്കറേഷൻ. രാത്രിയിലത്തെ ഇങ്ങനെ വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ.
सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परब्रह्म तस्मै श्री गुरुवे नमः। ओम शिवं शिवगरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। सर्वमंगले मांगल्ये शिवे सर्वार्थसाधिके शरण्यं त्र्यंबके गौरी नारायणी नमस्तुते। काळी महाकाळी भद्रकाळी नमस्तुते। कुलं च कुलं धर्मं च मां च पालय पालय। कृष्णाय वासुदेवाय देवकीनंदनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। षडाननं कुङ्कुमरक्तवर्णं दिव्यमयूरवाहिं रुद्रस्य सूनं सुरसायन्नादिं गुह्यं सदाहं शरणं प्रपद्ये। रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाथाय सीताय पदे नमः। मनोजवं मारुतिर्विवेकं जितेन्द्रियमुदिमदामरिष्टं वादामुजवानयुधिमुखं सीतामदूतं शिरसा नमामि। वज्रदेहाय रामभक्ताय वायुपुत्राय नमस्तुते। भूतनाथ सदानंद सर्वभूतदयावराय रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। कृष्ण कृष्ण महायोगिन भक्तानामभेङ्गरा गोविन्दा परमानन्द सर्वमे वशमान्यः। नागेन्द्रहाराय त्रिलोचनाय वस्मांगरागाय महेश्वराय नित्याय शुद्धाय दिगंबराय तस्मै नगाराय नमः शिवाय। मंदाकिनी सलिलचर्चिताय नन्दीश्वरप्रमोदात महेश्वराय मंदारपुष्पसुपूजिताय तस्मै मकराय नमः शिवाय। शिवाय गौरीवदनारविन्दा सूर्याय रश्यनाशकाय श्रीनीलकण्ठाय विशुद्धराय तस्मै शिखराय नमः शिवाय। वशिष्ठकुम्भोद्भव गौतमन्या मुनीन्द्रदेवर्चितशेखराय चन्द्रार्कवैशाखनाथलोचनाय तस्मै वकाराय नमः शिवाय। यक्षस्वरूपाय जडाधराय पिनाकहस्ताय सनातनाय दिव्याय देवाय दिगंबराय तस्मै यकाराय नमः शिवाय। इदं पञ्चाक्षरं नित्यं पठेति पापनाशनं सर्गरोगविमुक्ताशा शिवलोकं स गच्छसि। गुरुवे सर्वविद्यानां विषये भविरोहितं निधिः सर्वागं दक्षिणामूर्ति नमो नमः। करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा अपराधं वेदमेतमे सर्वे शल्शमस्य शिवशरणाब्दे श्रीमहादेव शम्भो। कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृतिस्वरूपत् करोमि सकलं परस्मै नारायणीति समर्पयामि। बोलो गणपति बप्पा की जय। गणपति बप्पा मोरया।